ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ഒരു ഹെയർ വാഷ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലായിട്ട് ഞാൻ എൻ്റെ ഹെയറിന് കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ റൊട്ടീനാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മളുടെ ഈ ഒരു വിൻ്റർ സീസണിൽ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ മുടിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ റൊട്ടീൻ കൂടിയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. എനിക്ക് നല്ല കിടിലൻ റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു റൊട്ടീൻ കൂടിയാണ് കേട്ടോ ഇത്. താരം മാറാൻ വേണ്ടിയിട്ട്, മുടി കൊഴിച്ച മാറാൻ വേണ്ടിയിട്ട്, മുടി പൊട്ടി പോകുന്നത് തടയാൻ വേണ്ടിയിട്ട്, മുടി നല്ല ഹെൽത്തി ആയിട്ട് തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ല കിടിലനായിട്ടുള്ള ഒരു പാക്കും കൂടിയാണ് ഇത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേറ്റ് ഈ ഒരു ചാനലും എന്നൊക്കെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അഖില എന്നാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് അഖി സിംപ്ലി വേൾഡ് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ഒന്ന് കയറി കണ്ടു നോക്കാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ ഫാമിലിയിൽ കൂടിക്കോളാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ ഹെയറിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഓയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഹെയർ ഓയിൽ മസാജിങ് ആണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. ഹോട്ട് ഓയിൽ മസാജിങ് ആണ് കേട്ടോ. ആദ്യം നമ്മുടെ എണ്ണ ചൂടാക്കിയില്ലേ, ഡബിൾ ബോയിലിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ എണ്ണ ചൂടാക്കിയതിന് ശേഷം ഞാനിത് നമ്മുടെ ഹെയറിലും സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ചെറു ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടും, മുടി ഒന്നും കൂടി നല്ല തിക്കായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ താരം മാറാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ഹെയറിലൊക്കെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാൻ കൂടി വിട്ടുപോയരുത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വിൻ്റർ സീസണിൽ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് ഇഷ്ടമില്ല, ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാറില്ല, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, ഹെയർ നല്ല ഭംഗിയിലേക്ക് എടുക്കില്ല, അങ്ങനെയൊക്കെ വിചാരിച്ച് നടക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. ഈ ഒരു കാറ്റുകാലം അല്ലെങ്കിൽ ഒരു മഞ്ഞുകാലം അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമ്മളുടെ ഹെയറൊക്കെ, നമ്മുടെ ഹെയറും സ്കാൽപ്പും ഒക്കെ നല്ല രീതിക്ക് തന്നെ ഡ്രൈ ആവുന്ന ഒരു ടൈമാണ്. ആ ഡ്രൈനെസ് കൂടും തോറും നമ്മുടെ ഹെയറിന് ഡാമേജ് വരാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ. നല്ല രീതിക്ക് തന്നെ താരം വരാൻ വേണ്ടിയിട്ട്, മുടി പൊട്ടി പോകാനും, അതേപോലെ തന്നെ നല്ല രീതിക്ക് തന്നെ മുടി കൊഴിയാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭംഗിയുടെ പേര് പറഞ്ഞിട്ട് നമ്മുടെ ഹെയറിനെ എന്താ പറയുക, നശിപ്പിക്കാൻ നിൽക്കരുത് കേട്ടോ. നമ്മുടെ ഹെയർ നമുക്ക് ഭാവിയിലേക്കും ആവശ്യമുള്ളതാണെന്ന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഹെയർ ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ആ ഒരു എന്തെങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോയ്ക്കോ, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് ഓഫീസിൽ പോകുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകുന്ന ആൾക്കാരൊക്കെയാണ്, കോളേജിൽ പോകുന്ന ആൾക്കാരൊക്കെയാണ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുടി നല്ല ഭംഗിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് എന്നും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഹെയർ ഓയിലൊന്നും ചെയ്യാതെ മുടി ഇങ്ങനെ പാറിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹെയർ ഡാമേജ് ആവാൻ വേണ്ടിയിട്ട് വളരെയധികം ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ നല്ല രീതിക്ക് തന്നെ ഹെയർ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ നമ്മുടെ നാച്ചുറൽ ഷാമ്പു ആയിട്ടുള്ള താളിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ ഹെയറിന് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ചെമ്പരത്തി പൂ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട്. ഇത്രയല്ല കേട്ടോ ഞാൻ കാണിച്ചു തരാം, ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചെമ്പരത്തി പൂവും ഇലയാണ് എടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളുടെ തുളസിയില്ലേ, കൃഷ്ണ തുളസി, ആ തുളസി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനൊരു കറ്റാർ വാഴയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൂന്നുമാണ് ഞാൻ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ജെൽ ആദ്യം തന്നെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഞാൻ നമ്മളുടെ ചെമ്പരത്തിയും ഒരു പൂവും നമ്മളുടെ തുളസിയും കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർത്താൽ മതി. നമ്മൾ ആദ്യം അരച്ച് നോക്കുക. ചിലപ്പോൾ കറ്റാർ വാഴയുടെ ജെല്ലുള്ള കാരണം അത് അറിയാൻ ചാൻസ് ഉണ്ട്. അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ നല്ല രീതിക്ക് തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അരിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് റിസൾട്ട് കിട്ടാറില്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ അരിക്കാതെ യൂസ് ചെയ്യണതാണ് ഒന്നും കൂടി ഇഷ്ടം. അത് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മൾ ഹെയർ വാഷൊക്കെ ചെയ്തിട്ട് ഹെയർ ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊക്കോളൂ കേട്ടോ. ഇങ്ങനെ അരിക്കാണ്ട് യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായിട്ട് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നല്ലൊരു റിസൾട്ട് ആയിരിക്കും നമ്മുടെ ഹെയറിന് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാനിതാ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ സ്കാൽപ്പിലൊക്കെ ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്കാൽപ്പിലൊക്കെ നല്ല രീതിക്ക് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ആ ഹെയർ ഓയിലും കൂടി ഒന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ് നല്ല രീതിക്ക് നമ്മുടെ സ്കാൽപ്പിലും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തേക്കും ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഓരോ ലെയറായിട്ട് കുറച്ച് ശേഷം മുടി എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഈ ഒരു പാക്ക് വന്നിട്ട് നമുക്ക് എല്ലാ സീസണിലും ഒരുപോലെ നമ്മുടെ ഹെയറിന് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ കെയർ റൊട്ടീൻ തന്നെയാണ് കേട്ടോ. നമ്മുടെ മുടി കൊഴിച്ചൽ മാറാൻ വേണ്ടിയിട്ടും മുടി പൊട്ടി പോകുന്നത് തടയാൻ വേണ്ടിയിട്ടും താരം പോകാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഹെയർ നല്ല തിക്കായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നല്ല ബ്ലാക്കോട് കൂടിയിട്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഈ ഒരു പാക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇല്ലെങ്കിൽ 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ ഒരു പാക്ക് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് കാലങ്ങളോളായിട്ടോ. ഞാൻ ആഴ്ചയിൽ എനിക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിലും 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഹെയറിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. താരനും അതേപോലെ തന്നെ ഈ ഒരു മുടി കൊഴിച്ചിലും മുടി പൊട്ടി പോകുന്നതും അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. എന്തായാലും മുടി കൊഴിച്ചിലും മുടി പൊട്ടി പോകുന്നതെന്ന് മുടി കൊഴിയുക അല്ലെങ്കിൽ മുടി പൊട്ടി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമ്പ് ചെയ്യണ സമയത്ത് എന്തായാലും മുടി പൊട്ടി പോവും, അതേപോലെ തന്നെ കൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. നമ്മൾ എൻ്റെ പോലത്തെ ഹെയർ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ കേളി ഹെയർ ഫ്രിസി ഹെയർ ഉള്ള ആൾക്കാർക്കൊക്കെ എന്തായാലും അറിയുന്നുണ്ടായിരിക്കും. എന്തായാലും നമ്മളുടെ മുടി കോമ്പ് ചെയ്യണ സമയത്ത് പൊട്ടി പോവും, അതേപോലെ തന്നെ കൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മളുടെ മുടി ഡാമേജ് ആയിട്ട് കൊഴിഞ്ഞു പോകുന്നതും അല്ലാതെ കൊഴിഞ്ഞു പോകുന്നതും ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഡാമേജ് ആയിട്ട് കൊഴിഞ്ഞു പോകുന്നതിൻ്റെ ആ ഒരു എട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടായിരിക്കും. പക്ഷെ നമ്മൾ സാധാ കോമ്പ് ചെയ്യുമ്പോൾ കൊഴിഞ്ഞു പോകുന്നത് അത് കുഴപ്പമില്ല കേട്ടോ. അത് നാച്ചുറലാണ്, അത് അങ്ങോട്ട് പൊക്കോട്ടെ, കുഴപ്പമില്ല, അത് നിങ്ങൾ മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അല്ലാതെ നമ്മളെ ഹെയർ ഫോൾ ഉണ്ടായിട്ട് നമ്മുടെ മുടി ഡാമേജ് ആയിട്ട് കൊഴിയുന്ന ആ ഒരു ഹെയർ ഉണ്ടല്ലോ കണ്ടമാനം ഉണ്ടാവും. ഞാനത് എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഹെയർ അത്രയ്ക്ക് അങ്ങോട്ട് കെയർ ചെയ്യാത്തൊരു ടൈം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ആ ഒരു 1.5 വർഷത്തോളം ഞാൻ എൻ്റെ ഹെയർ അത്രയ്ക്ക് അങ്ങോട്ട് കെയറിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ 8ൻ്റെ പണിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രീതിക്ക് തന്നെ എൻ്റെ മുടി കൊഴിയുന്നുണ്ടായിരുന്നു. അത് ഞാൻ നമ്മളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഹെയർ ഫോളിനെയും കാര്യങ്ങളുടെ ഒരു വീഡിയോ ഒക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കും കൊഴിയുന്ന ഹെയർ ഞാൻ ഇങ്ങനത്തെ രീതിയിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ഫോളൊന്നും ഇല്ലാതെ നല്ല ഹെൽത്തി ആയിട്ട് എൻ്റെ ഹെയർ വളർത്താൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെ ഹെയർ കെയർ റൊട്ടീനിലെ ഒരു ഹെയർ കെയർ റൊട്ടീനാണ് ഇത് ഈ പറയുന്ന ഒരു ഹെയർ കെയർ റൊട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത്രയും അടിപൊളി റിസൾട്ട് തരാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും നമ്മുടെ താളിയുടെ ആ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ മിക്ക ആൾക്കാർക്കും അറിയുന്നതിനായിരിക്കും, മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതേപോലെ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക, നല്ല കിടിലൻ റിസൾട്ട് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിക്ക് തന്നെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ജലദോഷം കാര്യങ്ങളും തണവ് തട്ടി കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും എന്നുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നും ഇല്ല എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. എല്ലാം എന്തെങ്കിലും പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ജലദോഷമുണ്ട്, തലവേദന വരുന്നുണ്ട്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കൂട്ടാ. നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ നല്ല കിടിലൻ റിസൾട്ട് തരുന്ന പാക്കുകളും കാര്യങ്ങളൊക്കെ നമ്മളെ ചാനലുണ്ട്. അപ്പോൾ അതൊന്ന് കയറി കണ്ടു നോക്കുക, നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 1 മണിക്കൂറെങ്കിലും ഹെയറിൽ വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. 1 മണിക്കൂറൊന്നും വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ഹെയറിൽ വെക്കുക കേട്ടോ. എന്നിട്ട് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇതെന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നല്ല കിടില റിസൾട്ട് തന്നെയാണ് കേട്ടോ. നമ്മുടെ ഹെയർ നല്ല ബലത്തോട് കൂടിയിട്ട് നല്ല ഉള്ളോട് കൂടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ല കിടില റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയാൻ മറക്കല്ല കേട്ടോ. പിന്നെ ഇതുവരെയായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കൂട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.